നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനഹിത നീക്കങ്ങളിൽ ശക്തമായ ഒന്നായിരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിവിധ സംഘടനകൾക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടുകൾ നിർത്തലാക്കിയത്. ലോകാരോഗ്യ സംഘടനകൾ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾക്കുള്ള ഫണ്ട് നിർത്തലാക്കിയതിനെ ചൊല്ലി ഒത്തിരി വിവാദങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ട്രംപിന് കൃത്യമായ നിലപാടാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അത്തരത്തിൽ ട്രംപ് നടപടികൾ ശക്തമാക്കിയ ഒരു സംവിധാനമാണ് USAID എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ആ ഏജൻസിയുടെ ഫണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് ഇപ്പോൾ അമേരിക്കയിൽ പലരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. There's no aid in USAID, by the way. Your brain is being tricked when you see the phrase USAID. U.S. Agency for International Development. Developing all of the institutions that the State Department needs to use. They are capacity building activist groups in a foreign country. That's because the State Department wants those activists there. The military would be funding aid to certain groups. The State Department would be running aid to certain groups in the region. There was no sort of central coordinator of those capacity building operations. പുറം രാജ്യങ്ങളിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഈ സംഘടന രൂപീകരിച്ചത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു പ്രധാന മാർഗമായ സാമ്പത്തിക സഹായം എന്ന നിലയിലാണ് USAID പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നിട്ടും അതിനെ പൂട്ടിക്കെട്ടാൻ ട്രംപ് തുനഞ്ഞിറങ്ങിയതിന്റെ പിന്നിൽ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വസ്തുതകളാണുള്ളത്. ട്രംപ് USAIDനെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയതോടെ ഇതിന്റെ ശക്തമായ പ്രതിഫലനങ്ങൾ ഇപ്പോൾ ലോകത്താകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകളെക്കുറിച്ച് ആർക്കും അത്ര അറിവില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് വാർത്തകളിൽ നിറഞ്ഞതോടെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇല്ലുമിനറ്റി, ഫ്രീമേസൺ, ഡീപ് സ്റ്റേറ്റ് എന്നീ നിഗൂഢ ഗ്രൂപ്പുകൾ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളോടെ USAIDന്റെ പിന്നാമ്പുറത്ത് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2013 മുതലുള്ള 10 വർഷങ്ങളിൽ $294 ബില്യൺ സാമ്പത്തിക സഹായമാണ് അമേരിക്ക വിവിധ ലോകരാഷ്ട്രങ്ങൾക്ക് ചെയ്തു കൊടുത്തത്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം തുകയും LGBT പ്രചാരകർക്കും ദൈവവിരുദ്ധ ഇടപാടുകൾക്കുമാണ് പോയിരിക്കുന്നത്. സിറിയൻ അഭയാർത്ഥികളുടെ ആഹാരത്തിനായി കൊടുത്ത പണം അൽ ഖ്വയ്ദയുടെ കയ്യിലെത്തിയെന്നും അഫ്ഗാനിസ്ഥാന് ജലസേചനത്തിന് കൊടുത്ത പണമാകട്ടെ കറുപ്പ് കൃഷിക്ക് വേണ്ടി അവർ വിനിയോഗിച്ചു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. USAID എന്ന ഈ സംഘടനയുടെ മറവിൽ നിഗൂഢമായ ചില കാര്യങ്ങൾക്ക് വെള്ളവും വളവും ഇട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് ട്രംപിനെയും ഇപ്പോൾ ലോകത്ത് ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നതായി പുറത്തു വരുന്നത്. ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നീ ഡെമോക്രാറ്റിക് ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങൾക്കായി ഇത്തരം ഫണ്ട് ക്രമാതീതമായി ഉപയോഗിക്കപ്പെട്ടത്. അതിന്റെ പ്രബലമായ കാരണം അവരുടെ ലിബറൽ ചിന്താഗതികളും LGBT, അബോർഷൻ, മൾട്ടി കൾച്ചറൽ കുടിയേറ്റ അജണ്ടകളും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായിരുന്നു. ജോർജ് സോറോസ് എന്ന ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളും നിഗൂഢതകളുമുള്ള വ്യക്തിയും അദ്ദേഹത്തിനുള്ള ഫ്രീമേഴ്സൺ ഇല്ലുമിനിറ്റി ബന്ധവും ഡീപ് സ്റ്റേറ്റ് സമാന്തര ഭരണവും ബറാക് ഒബാമയും എല്ലാം കൈകോർത്ത് പ്രവർത്തിച്ചത് ഇതേ USAID സംവിധാനം ദുരുപയോഗിച്ചായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ചൈന ലോകത്ത് അപ്രമാദിത്വം എടുക്കാതിരിക്കാൻ പിൽക്കാലത്ത് വിനിയോഗിച്ച ഈ ഫണ്ട് ഒബാമയുടെ ഭരണകാലത്താണ് ഫ്രീമേഴ്സൺ, ഇല്ലുമിനറ്റി എന്നിവരുടെ നിഗൂഢ അധാർമിക അജണ്ടകൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒബാമയുടെ കാലത്തിന് ശേഷം ഒരു ടേം കഴിഞ്ഞ് വീണ്ടും ബൈഡന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നതോടെ അവർ നിഗൂഢമായ പല കാര്യങ്ങൾക്കുമായി USAIDനെ മുന്നിൽ നിർത്തി പണം വാരിക്കോരി ചെലവാക്കി. അങ്ങനെ ഡെമോക്രാറ്റുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് തന്നെയാണ് തന്റെ ഭരണ കൈമാറ്റ സമയത്ത് USAIDന്റെ സിവിലിയൻ പരമോന്നത ബഹുമതി ജോർജ് സോറോസിന് കൊടുത്തുകൊണ്ട് ബൈഡൻ യജമാന ഭക്തി കാട്ടിയത്. ഇത് കൂടാതെ പ്രസിഡന്റ് പദവി ഒഴിയുന്ന അതേ സമയത്ത് തന്നെ ബൈഡൻ ഓടിപ്പോയി ഫ്രീമേസൺ സംഘടനയിൽ അംഗത്വമെടുത്തതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. വ്യക്തമായി പറഞ്ഞാൽ ജോർജ് സോറോസ് എന്ന നിഗൂഢ വ്യക്തിത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു USAIDലെ അമേരിക്കക്കാരുടെ നികുതി പണം ഡെമോക്രാറ്റിക് ഭരണകൂടം ചെലവാക്കിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നിഗൂഢവും ഭയാനകവുമായ വിധത്തിൽ USAIDനെ ദുരുപയോഗം ചെയ്ത ഡെമോക്രാറ്റിക് അഴിമതികളുടെ പിന്നാമ്പുറ രഹസ്യങ്ങളിലേക്ക് ട്രംപിന്റെയും എലോൺ മസ്കിന്റെയും ശ്രദ്ധ ക്ഷണിച്ചത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുൻ ഉദ്യോഗസ്ഥനായ മൈക്ക് ബെൻസ് ആയിരുന്നു.
മൈക്ക് ബെൻസിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇന്ത്യ, ബംഗ്ലാദേശ്, മിഡിൽ ഈസ്റ്റ്, ഉത്തരാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും ഈ US എയ്ഡ് ഫണ്ടുകൾ നിഗൂഢ ലക്ഷ്യത്തോടെ പോയത്. ആ ഫണ്ട് കൊണ്ട് തന്നെയാണ് പാക് അഫ്ഗാൻ പിൻബലത്തിൽ വിമത ബംഗ്ലാദേശികൾ മാന്യമായി ജനാധിപത്യ രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുകയും അവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപം അഴിച്ചുവിടുകയും അത് ഇന്ത്യക്കെതിരെ പോലും തിരിയുന്ന സാഹചര്യമാക്കി മാറുകയും ചെയ്തത്. മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, പരിസ്ഥിതിവാദികൾ, തീവ്രവാദികൾ, അർദ്ധസൈനികർ, വിദ്യാർത്ഥി പ്രക്ഷോഭകർ, എന്തിനു പറയുന്നു, വേശ്യകളെ പോലും അവർ ഇതിനായി വിലക്കെടുത്തു എന്ന സത്യമാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം ഇവരുടെ ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ട് ആയിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലെ പോലെ സമാനമായ അട്ടിമറിക്ക് അവർ പണമൊഴുക്കി കിണഞ്ഞു പരിശ്രമിച്ചു. ബംഗ്ലാദേശിൽ അവിടെയുള്ള റാപ്പ് മ്യൂസിക് സംഘങ്ങളെ ഉപയോഗിച്ച് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധ ഗാനങ്ങൾ വരെ ഇവർ തയ്യാറാക്കി. US എയ്ഡ് വഴി ഇസ്രായേൽ വിരുദ്ധ സംഗീതം നിർമ്മിക്കുന്ന ഒരു പലസ്തീൻ റാപ്പറിന് $3 മില്യൺ നൽകി എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുഡാൻ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും അഭയാർത്ഥികളെ ആസൂത്രിതമായി ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിലേക്ക് എത്തിച്ച് യൂറോപ്പിന്റെ ക്രൈസ്തവ സംസ്കാരത്തെ തകർത്ത് അവിടെ ഒരു മൾട്ടി കൾച്ചറൽ അധാർമിക സംസ്കാരം രൂപപ്പെടുത്താനായിരുന്നു മിഡിൽ ഈസ്റ്റിലും ഉത്തര ആഫ്രിക്കയിലും US എയ്ഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടത്. വിദ്യാഭ്യാസത്തിനെന്ന പേരിൽ അമേരിക്കയിൽ ചെയ്തതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തങ്ങളുടെ അധാർമിക പഠനങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുകയുണ്ടായി. മൈക്ക് ബെൻസിലെ വെളിപ്പെടുത്തലോടെ കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെട്ട ട്രംപും മസ്കും ചേർന്ന് US എയ്ഡ് ദുരുപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. US എയ്ഡിന്റെ പ്രവർത്തനങ്ങൾ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. നടപടികൾ ആരംഭിച്ചതേയുള്ളൂ. ബാക്കി പുറമേ വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ജോർജ് സോറോസ് എന്ന കടുത്ത ഉപജാപകക്കാരന്റെയും അദ്ദേഹത്തിന്റെ കയ്യാളുകളായ നിഗൂഢ സംഘടനകളുടെയും നേതാക്കന്മാരും ഡെമോക്രാറ്റുകളും ഇതിലൂടെ കിണഞ്ഞു ശ്രമിച്ചത് അന്ധകാര ശക്തികൾക്ക് വഴിയൊരുക്കാൻ ആണെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 2 കൊലപാതക ശ്രമങ്ങളിൽ നിന്നും ദൈവം ഡൊണാൾഡ് ട്രംപിനെ രക്ഷിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിച്ചത് തന്റെ പദ്ധതികളുടെ നിർവഹണത്തിന് തന്നെയാണ്. അതാണിപ്പോൾ പലരും അമ്പരപ്പോടെയും ഭയത്തോടെയും സമ്മതിക്കുന്നതും. അസംഘടിത പലസ്തീനിലെ ഗാസ കേന്ദ്രമായി ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ മാന്യമായി ജീവിക്കുന്ന ഇസ്രായേലിനെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലധികമായി കഠിനമായി അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി നടത്തിയ മാരകമായ ഭീകര ആക്രമണം. കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേലിനെ ചൊറിയുകയും ഇസ്രായേൽ തിരിച്ച് മാന്തുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് യൂണിവേഴ്സൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെ അതിശക്ത ഇരവാദങ്ങളുടെ എക്കോസിസ്റ്റം ഉയർത്തി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കൂടുതൽ ഘനമുള്ള സംഭാവനകൾ പിരിച്ച് വീണ്ടും തോക്കുകളും ബോംബുകളും തുരങ്കങ്ങളും നിർമ്മിച്ച് കൂടുതൽ പലസ്തീൻ യുവാക്കളെ തീവ്രവാദത്തിനായി റിക്രൂട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെ കടുത്ത മെക്കിട്ടുകയറ്റത്തിന് കളമൊരുക്കുന്നതായിരുന്നു ഹമാസിന്റെ പതിവ്. അത് ആവർത്തിക്കാമെന്ന് കരുതിയായിരുന്നു ഹനിയയുടെയും സിൻവാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ 7 ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ അഴിച്ചുവിട്ടത്. എന്നാൽ അത് ഹമാസിന്റെ പരിസമാപ്തിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും കൊടുമ്പിരി കൊണ്ട 1 വർഷത്തിലധികമായ യുദ്ധത്തിന്റെ പരിണിത ഫലമായി നാഥനില്ലാ കളരിയായി മാറിയ ഹമാസ് ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി എത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയ വെടിനിർത്തൽ കരാറും ബന്ദിമോചനവും പ്രഖ്യാപിക്കപ്പെടുന്നത്. തങ്ങൾ പറ്റെ തീർന്നു പോയിട്ടില്ല എന്നും തങ്ങൾക്ക് ഇപ്പോഴും ആൾബലവും ആരവവും ഉണ്ട് എന്നും ബന്ദികളോട് തങ്ങൾ പുലർത്തിയത് അങ്ങേയറ്റം ഉദാരമായ സമീപനമാണ് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള പങ്കപ്പാടുകളും കുതന്ത്രങ്ങളുമാണ് ഓരോ ബന്ദിമോചനത്തിലും ഹമാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബന്ദിമോചനത്തിന്റെ 4ാം ഘട്ടത്തിൽ 484 ദിവസം ഹമാസിന്റെ തടവറയിൽ കിടന്നിട്ട് പുറത്ത് എത്തിയ ഇസ്രായേൽ പുത്രന്മാരായ യാഡൻ ബിബാസിനെയും ഓഫർ കൾഡ്രോണിനെയും കണ്ട് ഇസ്രായേലിലും അമേരിക്കയും ലോകമാസകലമുള്ള മനുഷ്യരുമെല്ലാം
അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിൽ അവരെ എത്തിച്ച ഹമാസ് റെഡ് ക്രോസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ കൈമാറുകയായിരുന്നു. ഇതിൽ യാഡർ ബിവാസ് ഫ്രഞ്ച് ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ളയാളാണ്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിനിടയ്ക്ക് തോക്കുധാരികളായ ഹമാസ് തട്ടിക്കൊണ്ടുപോയ 9 മാസം മാത്രം പ്രായമുള്ള കഫീറിന്റെയും 4 വയസ്സുള്ള ഏരിയലിന്റെയും പിതാവാണ് ഇദ്ദേഹം. ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും ഇപ്പോൾ ലഭ്യമല്ല. ഈ 2 പേരെ മോചിപ്പിച്ചതിന് പകരമായി 82 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടു നൽകിയത്. അവരെ കൂടെ മോചിപ്പിച്ചതോടെ 1ാം ഘട്ട ബന്ദിമോചനം സമാപിക്കുകയും അടുത്ത ബന്ദിമോചനത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുവാനുമായിരുന്നു പദ്ധതി. അത്തരമൊരു വലിയ പ്രതീക്ഷകൾ ഹമാസിന് ഉണ്ടായിരുന്നു. എന്നാൽ ഹമാസ് എന്ന പേരിനെ തന്നെ ഇനി ആർക്കും ഓർമ്മിക്കാൻ ഇടയാകാത്ത വിധത്തിൽ ചരിത്രത്തിന്റെ ഇരുട്ടറകളിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് ആ പേരിൽ ആയുധമെടുത്ത് തീക്കളിക്കിറങ്ങിയവരുടെ പരമ്പരകളിൽ ഇനി ശേഷിക്കുന്ന സകല എണ്ണത്തിനെയും കൂടടക്കം കത്തിക്കണമെന്ന് ഇസ്രായേലിയർ ഉച്ചസ്ഥിരം ആവശ്യപ്പെട്ടതോടെ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തികച്ചും അപ്രസക്തമായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിന്റെ കാരണം മോചിതരായ ഇസ്രായേൽ പുരുഷന്മാർ പങ്കുവച്ച അനുഭവങ്ങളായിരുന്നു. വിബാസിന്റെയും കാൽഡ്രോണിന്റെയും ശരീരത്തിന്റെ അവസ്ഥകളും ഹമാസ് തടവറയിൽ അവർ നേരിട്ട അനുഭവങ്ങളുടെ വിവരണങ്ങളും കേട്ട് ഇസ്രായേലും അമേരിക്കയും മാത്രമല്ല ലോകം മുഴുവനും സ്തംഭിച്ചു പോവുകയായിരുന്നു. നീണ്ട ദിവസങ്ങൾ ആഹാരവും വെള്ളവും കൊടുക്കാതെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് നടത്തിയ ക്രൂരമായ മർദ്ദനങ്ങളുടെ വിവരങ്ങൾ കേട്ട് കുപിതരായ ഇസ്രായേലിയർക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം അടക്കാനാകാത്ത കോപത്തിൽ വിറകൊള്ളുകയായിരുന്നു ട്രംപ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 2023 ഒക്ടോബർ 7 എന്ന സാബത്ത് ദിവസം നോക്കി ഇസ്രായേലിലേക്ക് പെരിച്ചാഴികളെ പോലെ നുഴഞ്ഞു കയറി ഹമാസ് ആക്രമണം അഴിച്ചുവിടുമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഹമാസിനും അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അഖില ലോക ഇസ്ലാമിസ്റ്റുകൾക്കും ആ പ്ലാൻ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് വ്യക്തമാക്കുന്ന സുപ്രധാനമായ തെളിവുകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം നടന്ന് 14 മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴായിരുന്നു ഇസ്രായേൽ കൃത്യമായ തിരിച്ചടി തുടങ്ങിയത്. എന്നാൽ ആക്രമണം നടന്ന് കേവലം 7 മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ പലസ്തീനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ പ്രതിഷേധ ജാഥ നടത്താൻ അനുമതി തരണമെന്ന് മെട്രോപൊളിറ്റൻ പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടനിൽ താമസിച്ചുകൊണ്ട് പലസ്തീനു വേണ്ടി കുഴലൂത്ത് തുടരുന്ന പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്ന സംഘടന രംഗത്ത് വന്നു എന്നുള്ള അന്തർദേശീയ ഗൂഢാലോചന രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 ദിവസം മുമ്പേയുള്ള മുന്നറിയിപ്പ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വലിയ പ്രകടനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് ഇംഗ്ലണ്ടിൽ നിയമമുള്ളതിനാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാക്കി അതിനും മണിക്കൂറുകൾക്ക് മുൻപേ പ്രതിഷേധിക്കാനുള്ള അനുമതിക്കായി ഇംഗ്ലണ്ടിലെ തീവ്രവാദ അനുകൂലികൾ രംഗത്ത് വരികയായിരുന്നു. തീവ്രവാദികളുടെ അന്തർധാര എത്ര വ്യക്തമാണെന്നും ശക്തമാണെന്നും നോക്കുക. ഗാസയെ ഏറ്റെടുത്ത് വെടിപ്പാക്കുന്നതിനൊപ്പം ഹമാസിനെ വേരോടെ ചുട്ടരിക്കാനുള്ള ട്രംപിന്റെ നടപടികൾ മുന്നേറുന്നതിന് നേരിയ ആശങ്കയുണ്ടാക്കിയത് ഗാസ നിവാസികളെ സ്വീകരിക്കാനുള്ള ഈജിപ്തിന്റെയും ജോർദാന്റെയും മടി ആയിരുന്നു. അപ്പോഴും ട്രംപ് ആത്മവിശ്വാസത്തോടെ തന്നെയായിരുന്നു. ആദ്യം കുറെ തട്ടാമുട്ടികളൊക്കെ പറഞ്ഞാലും ജോർദാനും ഈജിപ്തും കാര്യം സമ്മതിക്കുക തന്നെ ചെയ്യുമെന്ന് ട്രംപിന് അറിയാമായിരുന്നു. ട്രംപിന്റെ ദീർഘവീക്ഷണം തെറ്റിയില്ല. ഗാസ നിവാസികളെ കൈക്കൊള്ളാനുള്ള കൃത്യമായ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഈജിപ്തും ജോർദാനും ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ബൈഡന്റെ ഭരണകാലത്ത് പലസ്തീനിൽ ഒരു ഓലപ്പടക്കം പൊട്ടുമ്പോൾ പോലും പ്രതിഷേധവുമായി റോഡിലിറങ്ങിയവർക്കെല്ലാം ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് മരണാസന്നരായ ബന്ദികൾ ഹമാസ് തടവറയിൽ നിന്ന് പുറത്ത് എത്തിയത്. അതോടെ രോഷാകുലനായ ട്രംപ് ഇനി ഒരു നിമിഷം പോലും ചോരക്കളികളുമായി ഗാസയിൽ തുടരാൻ
ഒരു കാരണവശാലും ഹമാസിനെ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് അവർക്ക് അവസാനത്തെ താക്കീത് കൊടുത്ത് രംഗത്ത് വന്നത്. ശനിയാഴ്ച 12 മണിക്ക് മുൻപ് ശേഷിക്കുന്ന ബന്ദികളെ മുഴുവനും ഇസ്രായേലിൽ എത്തിക്കണമെന്നും അല്ല എങ്കിൽ എല്ലാ നരകങ്ങളും ഒന്നിച്ച് ഗാസയിൽ കത്തുമെന്നുമുള്ള അതീവ നിർണായകമായ മുന്നറിയിപ്പ് ട്രംപ് ഹമാസിന് കൊടുത്തിരിക്കുകയാണ്. ഇനിയും വെടിനിർത്തലിന്റെ പേരിൽ ഹമാസിനോട് ഒരു കരുണയും കാട്ടേണ്ടതില്ല എന്നും വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്നും നരകങ്ങൾ ഗാസയിൽ പൊട്ടിത്തെറിക്കണമെന്നുമായിരുന്നു തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത്. Well, I would say this, and I'm going to let that be because that's Israel's decision, but as far as I'm concerned, if all of the hostages aren't returned by Saturday at 12 o'clock, I think it's an appropriate time. I would say cancel it and all bets are off and let hell break out. I'd say they ought to be returned by 12 o'clock on Saturday, and if they're not returned, all of them, not in drips and drabs, not 2 and 1 and 3 and 4 and 2. Saturday at 12 o'clock, and after that, I would say all hell is going to break out. താൻ പ്രസിഡന്റായി വൈറ്റ് ഹൗസിൽ എത്തുന്നതിനു മുൻപ് ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചില്ല എങ്കിൽ സർവനാശമായിരിക്കും ഹമാസിനെ കാത്തിരിക്കുന്നത് എന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ അധികാരത്തിൽ വന്ന ട്രംപ് ഇസ്രായേലിലെ ജനങ്ങൾക്കെല്ലാം തത്വത്തിൽ വിയോജിപ്പുളവാക്കിയ വെടിനിർത്തൽ കരാറാണ് ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേതടക്കമുള്ള ആഗോള ഹമാസന്മാർ ഇസ്രായേൽ തോറ്റുവെന്നും ഹമാസ് യുദ്ധം ജയിച്ചുവെന്നുമൊക്കെ ചാനൽ ഫ്ലോറുകളിലും സോഷ്യൽ മീഡിയ വാളുകളിലുമൊക്കെ വന്നിരുന്ന് വീമ്പിളക്കി നിർവൃതി കൊള്ളുകയായിരുന്നു. എന്നാൽ ഒന്നും കാണാതെ നെതന്യാഹുവും ട്രംപും ചേർന്ന് അത്തരമൊരു തീരുമാനം എടുക്കില്ല എന്നും കാണാൻ പോകുന്ന പൂരത്തിന്റെ തുലോം സാമ്പിളായ വെടിക്കെട്ട് മാത്രമാണ് അത് എന്നും ഹമാസും അവരുടെ ആരാധക വൃന്ദങ്ങളും അറിയാൻ ലേശം വൈകിപ്പോയി എന്ന് മാത്രം. ആ സൂചനകളെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഹമാസിനെ കത്തിച്ച് ചാമ്പലാക്കുവാൻ ഉറപ്പിച്ച് ട്രംപും പിന്നാലെ അത് ശരിവെച്ചുകൊണ്ട് നെതന്യാഹുവും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അടി കൊടുക്കുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് മര്യാദയായിരിക്കുന്നതിനാൽ ആ മാനുഷിക പരിഗണന വെച്ച് ഹമാസിന് നൽകിയ സമയമാണ് ഇന്ന് പര്യവസാനിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഹമാസും ഇസ്രായേലും തമ്മിൽ 5 റൗണ്ട് ബന്ദി കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ആഴ്ച നീണ്ടുനിന്ന ലേറ്റസ്റ്റ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് 33 ഇസ്രായേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കേണ്ടത്. ഒരു അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ 16 ഇസ്രായേലി ബന്ദികളെ ജനുവരി 19 മുതൽ മോചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ 33 പേരിൽ 8 പേരെങ്കിലും മരിച്ചു എന്നാണ് നിഗമനം. ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മാർച്ച് 3-നകം മോചിപ്പിക്കപ്പെടേണ്ട ഒരു അമേരിക്കക്കാരൻ ഉൾപ്പെടെ 9 പുരുഷ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട്. വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഗാസയിൽ ഇപ്പോഴും വേറെ 56 പുരുഷ ബന്ദികൾ കൂടി പര്യവശേഷിക്കുന്നുണ്ട്. അവരിൽ പലരും കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാണ്. അഥവാ അവരിൽ മിക്കവരും ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ വിബാസിന്റെയും കാൾഡ്രോണിന്റെയും അവസ്ഥയിൽ മനുഷ്യനാണോ എന്ന് പോലും ഉറപ്പിക്കാനാകാത്ത വിധത്തിൽ എല്ലും തോലുമായിരിക്കാനാണ് സാധ്യതയെന്ന് ഇസ്രായേലും അമേരിക്കയും ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലായിരുന്നു ട്രംപിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭീഷണിയുടെ ഭാഷയ്ക്ക് വില കൽപ്പിക്കുന്നില്ല എന്നും അത് കാര്യങ്ങൾ സങ്കീർണമാക്കുകയേ ഉള്ളൂ എന്നും പ്രസ്താവിച്ചുകൊണ്ട് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ കരാർ പ്രകാരമുള്ള ബന്ദിമോചനത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിന്റെ കാൽക്കൽ വീണിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ പ്രാഥമിക ഘട്ടം മുതൽ അമേരിക്കയും ഇസ്രായേലും ഹമാസിനോട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം ബന്ദികളുടെ കൃത്യമായ വിവരങ്ങളായിരുന്നു. ഹമാസിനൊപ്പം ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകര സംഘടനകളും ഇസ്രായേലിനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. ഹമാസ് ബന്ദികളെ നോക്കാനേൽപ്പിച്ചതും ഇത്തരം തീവ്രവാദി കൂട്ടങ്ങളെയായിരുന്നു. അവരുടെ കയ്യിലുള്ള ബന്ദികൾ സുരക്ഷിതരാണോ എന്ന കാര്യത്തിൽ ഹമാസിന് വ്യക്തതയില്ലാതെ വന്നതോടെയാണ് പഴയ കരാറിന് ഇനി ഒരു പ്രസക്തിയുമില്ല എന്നും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നുമുള്ള ഉഗ്രശാസനകളുമായി ഇസ്രായേലും അമേരിക്കയും രംഗത്ത് വന്നത്. അതിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്ന് കരുതി മടങ്ങി വന്ന വടക്കൻ ഗാസയിലെ ജനങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിരപരാധികളെ മനുഷ്യക്കവചമാക്കി മാറ്റി ചോരക്കളി നടത്തുന്ന ഹമാസിന് ഗാസയിലെ ജനങ്ങളും അവരുടെ അതിജീവനവും ഒരു വിഷയവുമേ അല്ല. അതുകൊണ്ട് അവർ മർക്കടമുഷ്ടി കാട്ടി മുൻപോട്ട് പോവുകയായിരുന്നു. പരിണത ഫലം നിരപരാധികളുടെ ശിരോലിഖിതമായി കണക്കാക്കി വിലപിക്കാനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഈ കൂട്ടത്തിൽ ചാരക്കൂമ്പാരമാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനും കൂടിയാണ്.
തന്നെ വധിക്കാൻ കരുക്കൾ നീക്കുന്നത് ഇറാനാണെന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു. അതിനും ഇപ്പോൾ നടത്തുന്ന അസഹിഷ്ണുത നിറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ നീക്കങ്ങൾക്കും ഹമാസിനൊപ്പം ഇറാനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അടുത്ത ജൂണിനുള്ളിൽ ഇറാന്റെ ഫോർഡോ, അദാൻസ് ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തച്ച് തകർക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം പുറത്തു വന്ന ആ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് ശക്തമായ പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കട്ടയ്ക്ക് കൂടെയുണ്ടെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടത്തിലെ നയം തന്നെയാണ്. ഇറാന് ഒന്ന് ചലിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നത്. ഏതായാലും ആദ്യം ഹമാസ് എന്ന ലക്ഷ്യം തന്നെ മുൻനിർത്തിയാണ് ഇസ്രായേൽ സേനയും അമേരിക്കൻ സേനയും ഗാസയിലെ പോയിന്റുകളിൽ നിലയുറപ്പിച്ചത്. ഗാസ കീഴടക്കി അതിലെ പൗരന്മാരെ നീക്കം ചെയ്യാനുമുള്ള ഉത്തരവിനാണ് ഇസ്രായേൽ കാതോർക്കുന്നത്. അടിയന്തര സുരക്ഷാ ക്യാബിനറ്റിന് ശേഷം ആ കാര്യത്തിന് നെതന്യാഹു അനുമതി നൽകുകയും ഇത് അവസാനത്തെ പോരാട്ടമായിരിക്കുമെന്നും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ IDF തീവ്രമായ ഈ പോരാട്ടം തുടരുമെന്നും നെതന്യാഹുവും ട്രംപും വ്യക്തമാക്കിയിരിക്കുകയാണ്. അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ട്രംപ് പറഞ്ഞതുപോലെ ഗാസ നരകമായി പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തേക്കാം. ക്രൈം നെവർ പേസ്. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.